നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കി ശക്തമായി നീങ്ങിയ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദവി നഷ്ടമായത് കപ്പിനും ചുണ്ടിനുമിടയിലാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആശീസ്സുകളോടെ നീങ്ങിയ KCയെ വെട്ടിയത് കേരളത്തിലെ മുതിർന്ന നേതാവ് AK ആന്റണിയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ലീഗിൽ നിന്നും ഉൾപ്പെടെ വൻ സമ്മർദ്ദം വന്നതോടെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. VD മുഖ്യമന്ത്രിയായി എത്തണമെന്ന് ലീഗ് നിർബന്ധം പിടിച്ചതോടെ രാഹുലും പ്രിയങ്കയും ഒടുവിൽ തീരുമാനം സോണിയാഗാന്ധിക്ക് വിട്ടു. സോണിയ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായ മുതിർന്ന നേതാവ് AK ആന്റണിയെ വിളിച്ചു. ആന്റണിയാണ് KCയെ വെട്ടുന്നതാണ് നല്ലത് എന്ന തീരുമാനം സോണിയയെ അറിയിച്ചത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി നിയമിതനാവുകയാണെങ്കിൽ നിലവിലുള്ള ഒരു MLA രാജിവെക്കേണ്ടി വരും. KC ആലപ്പുഴ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായതിനാൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിൻ്റെ ഫലം പ്രവചനാതീതമാവാം. അതിനാൽ അത്തരമൊരു സാഹചര്യം കോൺഗ്രസ് ഒഴിവാക്കണം. ജനങ്ങൾ സതീഷിനെ മുന്നിൽ നിർത്തിയാണ് വോട്ട് ചെയ്തത്. ജനവികാരം സതീഷിന് അനുകൂലവുമാണ്. സഖ്യകക്ഷികളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു, ആന്റണി സോണിയാഗാന്ധിയോട് പറഞ്ഞു. ഇതോടെയാണ് KC വേണുഗോപാലിന് മുന്നിലുള്ള വഴിയടഞ്ഞത്. സോണിയയുടെ നിർദ്ദേശമാണ് രാഹുലും പ്രിയങ്കയും ശിരസാ വഹിച്ചത്. KCയുടെ വഴി അടഞ്ഞതോടെ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ചെന്നിത്തലയ്ക്ക് മുന്നിലുള്ള വഴിയും ആന്റണിയുടെ ഇതേ സംഭാഷണത്തിൽ തന്നെ അടഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് പാളി എന്ന് വ്യക്തമാണ്. KCയെ തീരുമാനിക്കേണ്ടതുണ്ട് എന്ന് രാഹുൽ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കേണ്ടിയിരുന്നു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് K സുധാകരൻ കണ്ണൂരിൽ വിമത ഭീഷണി മുഴക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ 2-3 ദിവസം കഴിഞ്ഞായാലും ശക്തമായ തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത്. സുധാകരനെ പരിപൂർണമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശബ്ദനാക്കി. കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹത്തെ പൂർണ്ണമായും പാർട്ടിയുടെ വരുതിയിലാക്കി. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന് ലീഗ് പ്രഖ്യാപിക്കുകയും അതിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പോൾ ഹൈക്കമാൻഡ് പതറി. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടരുതെന്ന് പരസ്യമായി നിലപാടെടുത്ത മാത്യു കുഴൽനാടനെതിരെ ലീഗ് അണികൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ ഹൈക്കമാൻഡ് അപ്പോഴും നിശബ്ദമായി. ലീഗിനെ തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി VD സതീശൻ എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അത് ലീഗിൻ്റെ സമ്മർദ്ദത്തിനുള്ള വഴങ്ങിയുള്ള തീരുമാനമെന്ന പഴി കോൺഗ്രസിന് കേൾക്കേണ്ടിയും വരുന്നത്.